ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. അവയവദാനത്തിനായി വ്യാജരേഖ ചമച്ച കേസിൽ മുഖ്യപ്രതി നജീബ് പിടിയിലായിരിക്കുന്നു. ദില്ലിയിൽ നിന്നാണ് നജീബിനെ പിടികൂടിയിരിക്കുന്നത്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ട് എസ് ശരൺ കൂടുതൽ വിവരങ്ങളുമായി. ശരൺ, ഒടുവിൽ നജീബ് പിടിയിലല്ലേ? ഗുഡ് മോർണിംഗ്. അരുൺകുമാർ, ഒടുവിൽ നജീബ് പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇതിനകം ഒരു അവയവദാനത്തിനായി വലിയ റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. ആ റാക്കറ്റ് നിയന്ത്രിച്ചിരുന്നത് കാസർഗോഡ് സ്വദേശിയായ നജീബ് ആണെന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരുന്നത്. ഇയാൾക്കായുള്ള അന്വേഷണം നടക്കുന്നതിനിടയിൽ ഇയാൾ ഒളിവിൽ പോവുകയും ചെയ്തിരുന്നതാണ്. ഇപ്പോൾ ഡൽഹിയിൽ നിന്നാണ് ഇയാളെ അന്വേഷണ സംഘം പിടികൂടിയിരിക്കുന്നത്. ഡൽഹിയിലെ ഗാസിയാബാദിൽ നിന്നാണ് ഇത്തരത്തിൽ പിടികൂടിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഇനിയും ഒരുപാട് കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ടെന്നുള്ളതാണ്. ഇതിൽ തന്നെ നേരത്തെ ഒരു റാക്കറ്റ്, വലിയ രീതിയിലുള്ള റാക്കറ്റ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിന് രാജ്യാന്തര സ്വഭാവമുള്ള റാക്കറ്റ് ആണോ എന്നുള്ള സംശയം കൂടി പോലീസിനുണ്ടായിരുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ രാജ്യാന്തര റാക്കറ്റിന്റെ കണ്ണിയാണോ ഇയാളെന്നുള്ള കാര്യത്തിൽ വ്യക്തത വരാനുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള ചോദ്യം ചെയ്യൽ കൂടി ഇയാളെ കേരളത്തിൽ എത്തിച്ച ശേഷം നടക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും പെരുമ്പാവൂർ ASPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് ഇയാളെ പിടികൂടിയിരിക്കുന്നത്. ഇയാളെ വൈകാതെ തന്നെ കേരളത്തിലേക്ക് എത്തിച്ച് വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുകയും ചെയ്യും. നമുക്കറിയാം, ഈ റാക്കറ്റിലേക്ക് നേരത്തെ തന്നെ പോലീസിന് രഹസ്യവിവരം ലഭിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ റാക്കറ്റിനെ കേന്ദ്രീകരിച്ച് വലിയ അന്വേഷണം നടക്കുന്നത്. അപ്പോഴാണ് നജീബാണ് ഈ റാക്കറ്റ് നിയന്ത്രിച്ചതെന്നുള്ളത് കണ്ടെത്തുന്നത്. ഇതിനു പുറമെ തന്നെ പള്ളിക്കരയിലെ 2 സ്ഥാപനങ്ങളിൽ വലിയ പരിശോധന നടത്തുകയും അവിടെ നിന്ന് വ്യാജരേഖകൾ ചമച്ചുവെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നതാണ്. MLA-മാരുടെയും MP-മാരുടെയും ഒക്കെ തന്നെ പേര് ഉപയോഗിച്ച് ലെറ്റർ പാഡുകൾ അടക്കം, അതായത് ഈ ശുപാർശ കത്തുകൾ അടക്കം തയ്യാറാക്കിയിരുന്നു എന്നുള്ളത് കണ്ടെത്തിയിരുന്നു. ഇതിനു പുറമെ തന്നെ ഡോക്ടർമാരുടെയും പേരും ഒപ്പും ഒക്കെ തന്നെ ഉപയോഗിച്ച്, സീലുമൊക്കെ ഉപയോഗിച്ച് ലെറ്റർ പാഡുകൾ ഉണ്ടാക്കിയെന്നുള്ളതും കണ്ടെത്തിയിരുന്നതാണ്. അങ്ങനെയാണ് കഴിഞ്ഞ 3 വർഷമായിട്ട് ഈ റാക്കറ്റ് അവയവ കച്ചവടം നടത്തുകയും ചെയ്തിരുന്നത്. അതിൽ തന്നെ ഒരു അവയവ ദാനം നടത്തിയ ഒരു സ്ത്രീയെ വടക്കേക്കരയിൽ നിന്ന് പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു. വടക്കേക്കര സ്വദേശി. അവരുടെ അവയവദാനം നടന്നിരിക്കുന്നത് കഴിഞ്ഞ ഒക്ടോബറിൽ കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ്. അപ്പോൾ ആ സ്വകാര്യ ആശുപത്രി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് നീങ്ങിയിരിക്കുകയാണ്. പ്രധാനമായും നിയമവിരുദ്ധമായിട്ടുള്ള അവയവദാനമാണ് അവിടെ നടന്നിരിക്കുന്നത്. അതായത് വ്യാജരേഖ ചമച്ചുള്ള അവയവക്കടത്ത് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അവയവദാനം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നിയമവിരുദ്ധമാണ്. അപ്പോൾ ഡോക്ടർമാരുടെയും ആശുപത്രി അധികൃതരുടെയും മൊഴിയെടുക്കാനുള്ള നീക്കം പോലീസ് നടത്തുന്നതിനിടയിലാണ് ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ ഇപ്പോൾ നജീബിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്ന വിവരമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയുന്നത്.